ഗായ്സ്, അല്ലുലോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ബാക്ക് ടു സ്കൂൾ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ട്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഇപ്പം ഫസ്റ്റ് സ്കൂളിലേക്ക് പോകണം. അപ്പം ഇന്നാണ് ഞങ്ങൾക്ക് ബുക്കിൻ്റെ ഒക്കെ ഡേറ്റ്. ഫസ്റ്റ് സ്കൂളിൽ പോകാം. ഇപ്പോൾ മഴക്കാറ്, ഈ കാലാവസ്ഥയൊക്കെ കാണാൻ നല്ല ഭംഗിയല്ലേ ഗൈസ്. അപ്പം ഇതാണ് ഞങ്ങളുടെ തുഞ്ചൻ പറമ്പ്. ഞങ്ങൾ എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയും പോവലും വരവും. അപ്പോൾ ഞങ്ങളുടെ സ്കൂളെത്താൻ, സ്കൂളിൽ കുറച്ച് ഫ്രണ്ടിലേക്കുള്ളതാണ് ഈ ഒരു ചർച്ച്. കുറച്ചും കൂടി ഞാൻ പോയി കഴിഞ്ഞാൽ 5 മിനിറ്റ് കൂടെ ഞാൻ സ്കൂളെത്തും. അപ്പോൾ ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ബോർഡാണ്. അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ എത്തിയിരിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ സ്കൂള്. നമ്മൾ കണ്ടുപോ, ഇതാട്ടോ ഞങ്ങളുടെ സ്കൂള്. അപ്പോൾ പുറത്താണ് സ്റ്റോറ്. അതുകൊണ്ട് പുറത്തുനിന്നൊക്കെയാണ് ബുക്ക് വാങ്ങിക്കുന്നത്. അപ്പോൾ അമ്മ ബുക്ക് വാങ്ങിക്കാൻ നിൽക്കുകയാണ്. ഇതാട്ടോ ഞങ്ങളുടെ സ്റ്റോറ്. അപ്പോൾ ഞങ്ങൾ നേരത്തെ വന്ന എല്ലാ ക്ലാസ്സിൻ്റെ ബുക്ക് കിട്ടി. ഞങ്ങൾ നേരത്തെ വന്ന കാരണം എന്തൊക്കെ ആൾക്കാരില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആൻറ്റി, ബുക്ക് തരുന്ന ആൻറ്റി. അപ്പം ആൻറ്റി ചോദിക്കാൻ നോട്ട്ബുക്ക് വേണമെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയ ഒരു ത്രില്ലിലാണ് ഞാൻ. അപ്പോൾ പോകണം ഞങ്ങളുടെ സ്കൂളിലെ പണി നടക്കുന്ന കാരണം കയറിയൊന്നുമില്ല. പിന്നെ ചളി മഴയൊക്കെ പെയ്തിട്ട് ചളിയും കെട്ടിയതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് പോണത് ആക്യമളിലേക്കാണ്. കുറച്ച് സാധനങ്ങളും സ്കൂൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, നല്ല പെരും മഴയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആക്യമളിലെത്തി. അപ്പോൾ ഞാൻ ഫസ്റ്റ് നോക്കിയത് ലഞ്ച് ബോക്സ് ആണേ. അപ്പം ഞാൻ പിന്നെ അവിടെ നോക്കുന്നത് നിന്ന് കുറേ നേരം ഇങ്ങനെ. അപ്പോൾ അവിടുത്തെ സ്റ്റാഫാണൊന്നും കാണുന്നില്ല. അവർ വേണ്ട നമുക്ക് കിട്ടില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ബാഗിൻ്റെ കണ്ടൊന്ന് പോയി എമ്മനോട് എനിക്ക് ബാഗ്. അപ്പം ഞാൻ കുഞ്ഞ് ബാഗ് എടുത്തിട്ട് നല്ല രസമുള്ളൊരു ബാഗ് എടുക്കാം. അതൊക്കെ LKG കുട്ടികൾക്ക് കൊണ്ടുപോകാൻ പറ്റും. എനിക്കെന്തിനാ 5th ഞാൻ എന്തിനാല്ലേ, എനിക്കെന്തിനാ. അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സിനകത്ത് പിന്നെ ഇപ്പോൾ തന്നെ അപ്പം അമ്മ പിന്നെ ഒരു സ്റ്റീലിൻ്റെ ലഞ്ച് ബോക്സ് എനിക്ക് കാണിച്ചു തന്നു. എനിക്ക് സ്റ്റീലിൻ്റെ ഇഷ്ടമല്ല കേട്ടോ, കണ്ണെടുത്ത കണ്ണൂടാ. അപ്പോൾ എനിക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ലഞ്ച് ബോക്സ് പറഞ്ഞതുണ്ടാവും. വെറൈറ്റീസ് ആണ് ആയിട്ടൊരു ലഞ്ച് ബോക്സ് കാണിച്ചത് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പം അമ്മ ചോദിച്ചു അത് മതിയെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതൊക്കെ മതി. പക്ഷെ ഇവിടെ കണ്ടെനിക്ക് ഇവിടെ വന്ന് ഏതെടുക്കണം ഏത് വാങ്ങിക്കണമൊക്കെ എന്നൊരു ഐഡിയ ആയിരിക്കണം. എല്ലാം എനിക്ക് കണ്ടാതല്ല. ഫസ്റ്റ് പദത്തേക്ക് അത് മതി, ഇത് എനിക്ക് ഏതെങ്കിലും ഒന്ന് വാങ്ങിക്കും. പക്ഷെ ഇപ്പം ലാസ്റ്റ് അമ്മ പറഞ്ഞു അതെന്നെ വാങ്ങിക്കാമെന്ന്. അപ്പം ഞാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ബാഗ് നോക്കി. എൻ്റെ അടുത്ത് ഓൾറെഡി ബാഗ് ഇട്ടിക്ക് അമ്മച്ചൻ വാങ്ങി തന്നത്, അതേ ഞാൻ കൊണ്ടുപോയല്ലോ. പക്ഷെ ഞാൻ ജസ്റ്റ് നോക്കിയെന്നുള്ളൂ, രസത്തിന് നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഏട്ടൻ പറയുന്നത് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ്, നല്ല വാട്ടർ പ്രൂഫുള്ള ബാഗാണ് ഇത് പറയുകയാണ്. അങ്ങനെ അവർക്ക് പറഞ്ഞോട്ട് വിചാരിച്ച് ഞാൻ വെറൈറ്റീസ് ആയിട്ടുള്ള ബാഗ്. ഈ ബാഗിനോട് എനിക്ക് ബാഗ് ഇങ്ങനെ ഇഷ്ടമാണ്, നോക്കുന്ന ഇഷ്ടം, ഭയങ്കര ഇഷ്ടം. നിങ്ങൾക്ക് എത്ര പേർക്കാണ് BTSന് ഇഷ്ടമുള്ളതെന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടമാണ്. അപ്പം ഞാൻ BTSൻ്റെ ബാഗ് എടുത്തിട്ടു. പക്ഷെ അതിലിൻ്റെ ഒന്നും കൊള്ളുക. അപ്പം ഞാനത് അവിടെ തന്നെ വെച്ചു. അപ്പം ഞാൻ AK സ്റ്റോറിൻ്റെ ഉള്ളിൽ കയറി പിന്നെ എനിക്ക് അതൊന്നും അറിയില്ല എന്തെടുക്കണം എന്നല്ല. പിന്നെ ബോക്സിൻ്റെ സെക്ഷനിലേക്ക് തന്നെ പോയിട്ട് ആദ്യം ബോക്സ് ഇരിക്കുന്ന അവിടെ പോയി. അവിടെ പോയപ്പോൾ ഇങ്ങനത്തെ ഒരു ബോക്സ് ആണ്, ഒരു പിങ്ക് കളറുള്ള ബോക്സിന്. അങ്ങനത്തെ ഞാൻ ഒരു സ്റ്റിക്കി നോട്ട് എടുത്ത്. പിന്നെ ഞാൻ നെയിൽ സ്ലിപ്പാണ് നോക്കിയത് 3 പിന്നെ അങ്ങനെ 3 നെയിൽ സ്ലിപ്പ് നോക്കി.
അപ്പോൾ അമ്മയോട് എത്രണ്ണം വേണം എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ. അങ്ങനെ എനിക്ക് 3 നെയ്സ്ലിപ്പ് കിട്ടി. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് വീട്ടിലേക്കുള്ള ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, സാധനങ്ങൾ. അപ്പോൾ സാധനങ്ങൾ വാങ്ങിക്കാൻ ഞങ്ങൾ ഉള്ളിൽ കയറി. അപ്പോൾ ഞാൻ ഇങ്ങനെ നടക്കുകയാണ്. ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് ഞാൻ എടുത്തു. ഗുഡ്ഡയുടെ ബിസ്ക്കറ്റ് അവിടെ തന്നെ വെച്ചതിന് ലേസിന്റെ സെക്ഷനിലേക്ക് വന്നതാണ്. അവിടെ ഒരു ലേസ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് എത്ര പേര് സ്പ്രിങ്കിൾസ് ഇഷ്ടമുള്ളവരെന്ന് കമന്റ് ചെയ്യണേ. എനിക്കിഷ്ടമാണ് സ്പ്രിങ്കിൾസ്. അപ്പം ഞങ്ങൾ എന്താണ് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുന്നതാണ്. പിന്നെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു അനിയുള്ള കാരണം വീട്ടിൽ നിന്ന് വിളിച്ചിരുന്ന് കരയുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മുഴുവൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്.